എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എനിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു 2 കല്യാണങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് കസിൻസിൻ്റെ കല്യാണമായിരുന്നു. 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കുവാനായിട്ട് പോയതാണ്. അപ്പോൾ ആ വിവാഹത്തിൻ്റെ തിരക്കുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് നമ്മൾ ആളും ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എവിടെ എന്ന് അന്വേഷിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയുകയാണ്, അതാണ് കാരണം. ഓക്കെ, അപ്പോൾ പിന്നെ അതുമല്ല, ഈ ലോകത്തിലെ നമ്മൾക്ക് ബന്ധങ്ങളുള്ളൂ അല്ലേ? ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത് ആരുമാകട്ടെ, നമ്മുടെ ബന്ധങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ ലോകത്തിലേ ഉള്ളൂ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിലുള്ള ഈ ഒരു രക്തബന്ധങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല അല്ലേ? എല്ലാവരും വേറൊരു രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായി അറിയത്തില്ല. നിത്യതയെക്കുറിച്ച് അവിടെ എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ നിന്നുള്ള അറിവുകളേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്തായാലും ഈ ലോകത്തിൽ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങളൊക്കെ നശിച്ചു പോകാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലായെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിലർ പറയും നമ്മൾ ഭയങ്കര വിശ്വാസത്തിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസികളല്ലാത്ത നമ്മളുടെ എന്താ പറയുക ബന്ധുക്കളോടൊന്നും നമ്മൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ ചടങ്ങുകൾക്ക് പങ്കെടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു. കാരണം ഞാൻ കേട്ടതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ദൈവം പഠിപ്പിച്ചു തന്നത്, എവിടെയാണെങ്കിലും നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. രണ്ടാമത്, നമ്മളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ദോഷമാകാതെ സൂക്ഷിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണല്ലേ? കാരണം ബന്ധങ്ങൾ നമ്മൾക്ക് എപ്പോഴും വേണം. ഓക്കെ, അത് ദൈവം നമ്മൾക്ക് തന്നതാണ്. കാരണം നമ്മളുടെ എത്രയോ ഇൻസിഡൻറ്റുകൾ അല്ലേ, നമ്മുടെ ബന്ധങ്ങളിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബന്ധുക്കളിൽപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു എന്ന് നമ്മൾക്ക് ദൈവം മുന്നറിയിപ്പ് തന്ന് നമ്മളോട് പ്രാർത്ഥിക്കുവാനൊക്കെ പറയാറുണ്ട് അല്ലേ? ദൈവം ഇടപെടാറുണ്ട്, സ്വപ്നത്തിലൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം ഈ ലോകത്തിലേ ഉള്ളൂ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ ഉള്ളൂ അല്ലേ? ഓക്കെ, എനിവേ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്, അതെവിടെയുമല്ല, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ യാത്ര ചെയ്ത് ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചത്തോളം എനിക്കവിടെയൊക്കെ താമസിക്കേണ്ടി വന്നു. കാരണം 2 കല്യാണങ്ങൾ അടുത്തടുത്തായിരുന്നു. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇവിടെയൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയുടെ പവർ ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ പവർ എന്താണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത്, നമ്മൾക്കറിയാം, ഈ തിരക്കുകളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക്, ബഹളങ്ങളുടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് പറ്റാറുള്ളൂ അല്ലേ? എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പ്രാർത്ഥനയൊക്കെ വളരെ കുറവായിരുന്നു. കാരണം കുറച്ച് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ പറ്റുള്ളൂ. അതിൻ്റേതായ വിഷയങ്ങളൊക്കെ, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്തു. മെൻ്റലി നമ്മൾ ഇമോഷണലാകുക അങ്ങനെയൊക്കെ. എന്താ വെച്ചാൽ, ഒന്നൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവളെ, എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവളെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാനസിക ടെൻഷൻസൊക്കെ നമുക്കുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവൾ വേറൊരു വീടിൻ്റെ പെണ്ണായിട്ട് ഇനി പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻസ്. പിന്നെ മറ്റൊന്ന്, ആൺകുട്ടിയാണ്, മമ്മിയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അത് പെണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് നമ്മൾക്ക് അത്ര വിഷമമില്ല, ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കേ വിഷമം വരത്തുള്ളൂ. ഇതൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെയുള്ള മാനസിക ടെൻഷൻസിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ പെട്ടെന്ന്, ഞാൻ ഇങ്ങനെയൊന്നും ഇമോഷണലാകുന്ന ആളല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളുടെ പ്രാർത്ഥനയുടെ കുറവ് ഈ മേഖലകളിലൊക്കെ നമ്മളെ ടച്ച് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇവിടെ ഞാൻ നന്നായിട്ട് ആ ദിവസങ്ങളിൽ പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും എന്നെ ടച്ച് ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം, എങ്ങോട്ട് നമ്മൾ കൊടുത്താലും, നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് വീട്ടിലോട്ട് കൊടുത്താലും, ഏത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആയുധമുണ്ടെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ട എന്ന് നമ്മൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോൾ പ്രാർത്ഥനയുടെ കുറവുകൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് മെൻ്റലി അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻ ലെവലിൽ, പിന്നെ ചെറു ദേഷ്യം വരിക, അങ്ങനെയുള്ള ടെൻഷൻ വരുമ്പോൾ നമ്മൾക്കറിയാം ദേഷ്യം വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഒരു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു പീസ്ഫുൾ എന്ന് പറയുവാൻ പറ്റത്തില്ല. പ്രാർത്ഥന പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് നഷ്ടപ്പെടുവാനായിട്ടൊക്കെ ഇടയാകും. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. എന്ത് സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ ആകുമ്പോൾ എന്താണ്, കല്യാണ വീടുകളിലാകുമ്പോൾ അവിടെ രാത്രിയിലൊക്കെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ ഉറക്കങ്ങളൊക്കെ എന്താണ്
കുറച്ച് നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പം നമ്മൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനൊന്നും പറ്റത്തില്ല. പിന്നെ നടന്നും ഒക്കെ ആയിരിക്കും കുറച്ച് പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുന്നത്. ഞാൻ എൻ്റെ കാര്യം പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ ചില ഇമോഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വരും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വന്നു കഴിയുമ്പോഴെന്താണ്, അതിലും ഒരു ടെൻഷനാണ്. അയ്യോ, ഇത്രയും നാൾ എല്ലാവരും ബന്ധുക്കളെല്ലാവരും കൂടി നമ്മുടെ എന്താ പറയുക, പപ്പായുടെ വീട്ടുകാരും മമ്മിയുടെ വീട്ടുകാരെന്ന് വേണ്ട അയൽപക്കംകാരെല്ലാവരും കൂടി ഒരു സന്തോഷമായിരുന്നു അല്ലേ. പിന്നെ അതൊക്കെ അങ്ങ് നഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ അയ്യോ, ഇനി അടുത്ത ആരുടെ കല്യാണം വരുമ്പോഴാണ്, അല്ലെങ്കിൽ അടുത്ത എന്ത് ഫംഗ്ഷൻ വരുമ്പോഴാണ് ഇനി എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി. എൻ്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇമോഷൻസ് എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ളൊരു മൈൻഡ് എനിക്ക് തരണമെന്ന് വെച്ചാൽ അവരെയൊക്കെ വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു ടെൻഷൻസ്, ഭയങ്കര ടെൻഷൻസാണ്, ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നൊക്കെ എനിക്കൊരു വിടുതൽ തരണമേ എന്നൊക്കെ എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. കാരണം അത്രയും ഞാൻ മെൻ്റലി അങ്ങ് ഡൗൺ ആയിപ്പോയി. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു, ആ ബഹളങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര വിഷമം. അപ്പോൾ അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ തരണം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ കാരണം, നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാനായിട്ട് ഇടയാകും എന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇനി അതുകൂടാതെ മറ്റൊരു ഇൻസിഡൻറ്റും ഉണ്ടാകുവാനായിട്ടിടയായി. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത്, അവിടെ ആ ഒരു ഇടവകയിൽ തന്നെ ഇവരുടെ കല്യാണം ഉച്ച കൊണ്ട് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം അവിടെ മറ്റൊരു ശവാടക്ക് നടക്കുകയാണ്, ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. അത് ആ ഇടവകയിൽ തന്നെ പെട്ട വേറൊരു മനുഷ്യൻ്റെ. അപ്പോൾ ആ മനുഷ്യനും വെറും 40 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾക്ക്, ഒരു മരിച്ചുപോയ ആ മനുഷ്യന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പോഴാണ് ഞങ്ങളിങ്ങനെ അടുത്തുള്ള ഒരു കടയിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ പോയപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചു. അന്നേരം അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞതാണ്, ഈ പുള്ളി എന്താ പറയുക, ഇവർ കോട്ടയോ പാലയോ അവിടെ നിന്നെങ്ങാണ്ടെന്ന് യാത്ര ചെയ്ത് ഇവരുടെ ആ മനുഷ്യൻ്റെ, മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ചതിൻ്റെ ആണ്ട് അത് ആഘോഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ആണ്ടിൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ വരികയായിരുന്നു, ബന്ധുക്കളും ഒക്കെ കൂടി ഇവർ വരികയായിരുന്നു. അപ്പോൾ ഇവർ വരുമ്പോൾ ഈ മനുഷ്യന് ഉറങ്ങിപ്പോയി. ബസ്സിനാണ് വന്നത്, ദൂരെ നിന്ന് ഉള്ള ബസ്സിനാണ് വന്നത്. അപ്പോൾ ബസ്സിന് വന്നപ്പോൾ ഈ മനുഷ്യന് ഉറങ്ങിപ്പോയപ്പോൾ എന്താണ്, സൈഡ് സീറ്റിലാണ് ഇരുന്നത്, തല അങ്ങ് പുറത്തോട്ട് പോയിട്ട് അപ്പോൾ വേറൊരു വാഹനം വന്ന് അദ്ദേഹത്തിൻ്റെ തലയങ്ങ് ഇടിക്കുവാനായിട്ടിടയായി. ഭയങ്കരമായിട്ട് ക്ഷതം സംഭവിക്കുകയും ആ മനുഷ്യന് അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ മരണപ്പെടുവാനായിട്ടും ഇടയായി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് ഉച്ച കഴിഞ്ഞ് അതേ ചർച്ചിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. ആ മനുഷ്യൻ, ഇത് നമ്മൾ കണ്ട മനുഷ്യനാണല്ലോ, അന്ന് അവിടുന്ന് കണ്ട ഒരു ഫോട്ടോയിലുള്ള വ്യക്തിയാണല്ലോ എന്ന് കണ്ടതിൻ്റെ ഫ്യൂണറലിൽ ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ സജഷൻ വന്നപ്പോൾ ഞാനത് കണ്ടു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ ഒരച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കേട്ടതാണ്. ആ അച്ഛൻ പറഞ്ഞത്, ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ഈ മരണപ്പെട്ട് കിടക്കുന്നത്. കാരണം അദ്ദേഹം ഈ അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട്, അവർ ഒത്തിരി സൗണ്ട് പാർട്ടി ഒന്നും അല്ല എന്ന് തോന്നുന്നു, ഒത്തിരി പൈസക്കാരൊന്നും അല്ല, എന്നാലും അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളി ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും പോലെ. അച്ഛന്മാർ നമ്മൾക്കറിയാം, പള്ളിയിലെ അച്ഛന്മാരൊക്കെ അവർ ഒറ്റയ്ക്കായിരിക്കുമല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അച്ഛനിങ്ങനെ ഇടയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്ന, അച്ഛൻ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കൊണ്ട് തന്നേനെ, ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ അച്ഛന് കൊണ്ട് തന്നതാന്നൊക്കെ പറഞ്ഞാൽ, എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പുള്ളി വരുമ്പോഴൊക്കെ ഈ അച്ഛന് കൊണ്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു, ഈ മനുഷ്യനുണ്ടായിരുന്നു എന്ന് ആ അച്ഛൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായി ഒത്തിരി, നമ്മൾക്കറിയാം ഒത്തിരി നല്ല ആൾക്കാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ അയോഗ്യ മരണങ്ങൾ, അകാലത്തിലുള്ള മരണങ്ങൾ. ഇപ്പം 40 വയസ്സിലൊന്നും ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കേണ്ടതല്ല. കാരണം 91 സങ്കീർത്തനത്തിനകത്ത് ദൈവം പറയുന്നുണ്ട്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. അപ്പോൾ ഒരു മനുഷ്യന് ദൈവം ദീർഘായുസ് കൊടുക്കും. അത് ദീർഘായുസ് ദൈവം തരുന്നതാണ്. വിശുദ്ധ വചനം നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദീർഘായുസില്ലാതെ, അതിനെയൊക്കെ നമ്മൾ അകാല മരണങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത് അല്ലേ. 40 വയസ്സിൻ്റെ മരണമൊക്കെ അകാല മരണത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഈ അകാല മരണമൊക്കെ എങ്ങനെയാണ് ഈ നല്ല ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ പിശാച് എപ്പോഴും നോട്ടമിടുന്നത് ആരെയാണ്? ഒന്നെങ്കിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരെ, അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രയോജനമുള്ളവരെ, നല്ല ആൾക്കാരെയൊക്കെ, മൊത്തത്തിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു 50% കാര്യമാണ് ഞാൻ പറയണത്. ഓക്കെ,
അപ്പം ഈ നല്ല നല്ല ആൾക്കാരെയാണ് പിശാച് എപ്പോഴും നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ അങ്ങ് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അവൻ്റെ ജോലി ഒന്നും കൂടെ എളുപ്പമായി. ഇല്ലെങ്കിൽ ഇവരോടിങ്ങനെ പോരടിച്ചു കൊണ്ടേ ഇരിക്കണം, അല്ലേ? അപ്പോൾ ഇവൻ്റെ ജോലി എളുപ്പമാക്കുവാൻ ഇവൻ ആദ്യം, ഞാൻ പണ്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിശാച് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവനെതിരെയാണ് ഏറ്റവും കൂടുതൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുത്തികളുടെയും ഒക്കെ ജീവനെതിരെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിരിയും മുൻപ് ചില കുഞ്ഞുങ്ങളെയൊക്കെ പിശാച് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ എന്തിനാ? ഇതൊക്കെയെന്ന് വെച്ചാൽ ജീവനെതിരെയാണ് പിശാച് ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവരുടെ ജീവിതം ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ഇവൻ്റെ ജോലി ഏകദേശം ആ വ്യക്തിയിലുള്ള ഇവൻ്റെ ജോലി തീർന്നു, പിശാചിൻ്റെ ജോലി തീർന്നു. പിന്നെ ഇവന് അടുത്ത രീതിയിലോട്ട് കിടക്കാം. കാരണം ഇവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ, നല്ല നല്ല വ്യക്തികൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താണ്, പിശാചിന് ഒരു ചില ബുദ്ധിമുട്ടാണ്, അല്ലേ? പിന്നെ അവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോന്നോരോന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ജോലി എളുപ്പമാകും. അപ്പോൾ അതുകൊണ്ട് പിശാച് എപ്പോഴും നോട്ടമിടുന്നത് നല്ല നല്ല ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ നോട്ടമിട്ടുകൊണ്ടിരിക്കും. നമ്മൾക്കറിയാം, ആത്മീയ മേഖലകളിലാണെങ്കിലും നന്നായി ശോഭിച്ചിരിക്കുന്നവരൊക്കെ, അല്ലേ? എത്രയോ പെട്ടെന്ന് നമ്മുടെ സിസ്റ്റർ അഞ്ജലി പോളും അവരെയൊക്കെ പെട്ടെന്ന് അല്ലേ, അത് പുള്ളിക്കാരത്തിൻ്റെ മോന്, അതുപോലെ എത്രയോ കുഞ്ഞു മക്കള്, പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ കല്യാണം കഴിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കുഞ്ഞു മക്കളെയൊക്കെ പെട്ടെന്ന് മരണം കവർന്നുകൊണ്ട് പോകുന്നത് ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവത്തിന് പ്രയോജനമുള്ളവരെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരെ തീർത്ത് കളയുവാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് അടക്കുവാനൊക്കെയാണ് ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്? നമ്മൾക്ക് വേണ്ടുന്നത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈം എടുത്ത് പ്രാർത്ഥിക്കുക തന്നെ വേണം. പിന്നെ രണ്ടാമത് എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പാഠം, റെഗുലറായിട്ടുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഏത് സിറ്റുവേഷൻസ് വന്നാലും മുടങ്ങാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾക്കാണ് ആവശ്യങ്ങൾ, ദൈവത്തിനല്ല ആവശ്യം, നമ്മൾക്കാണ് ആവശ്യങ്ങൾ. അപ്പോൾ അത് മുടക്കാതെ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഒന്നും കൂടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നും കൂടെ എപ്പോഴും പറയുന്നത്, എനിക്ക് പോലും എൻ്റെ ജീവിതത്തിൽ എന്താണ്, അത് ചില സന്ദർഭങ്ങളിൽ വന്നപ്പോൾ ആ പ്രാർത്ഥന തീരെ പ്രാർത്ഥിച്ചില്ല എന്നല്ല, പ്രാർത്ഥിച്ചു, പക്ഷേ റെഗുലറായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന അങ്ങ് മുടങ്ങി, അല്ലേ? എനിക്ക് പോലും അങ്ങനെ പറ്റി. എനിക്ക് പോലും എന്നല്ല, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പോലും പറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏത് സിറ്റുവേഷൻ, ഇപ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചു. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതിന് ഏത് സിറ്റുവേഷൻസ് വന്നാലും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുവാനായിട്ട് ഇടയായി. കാരണം അത് ദൈവം എന്നെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഓർക്കുക, ഇതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ, അല്ലെ, ആ മനുഷ്യന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുവാനോ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ ഒരു യാത്രയിൽ കാവൽ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ഒരു അനർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാരണം നമ്മളുടെ പ്രാർത്ഥന എവിടെ വീക്കാകുന്നു അവിടെയാണ് പിശാച് കയറി എന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു? ദൈവം ക്രൂസിഫിക്കേഷനിലോട്ട് പോകുക, അല്ലെ? ദൈവം യേശുക്രിസ്തു എന്താണ്? ക്രൂശീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാനൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞത്, അല്ലെ? അല്ലാതെ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല പറഞ്ഞത്. കാരണം അത് പത്രോസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പത്രോസ് അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ തള്ളി പറയുമായിരുന്നു, അല്ലെ? ആ ഒരു പരീക്ഷകൻ പത്രോസിനെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞു. കാരണം പത്രോസ്, നമ്മൾക്കിത് കേൾക്കുമ്പോഴോ അത് കഴിഞ്ഞ് അവൻ റിസ്റ്റോർ ആയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പത്രോസിനോട്, ഇന്ന് പത്രോസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് മറക്കുവാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിലെ കഠിനമായൊരു പരീക്ഷണമായിരുന്നു അത് എന്ന് ആര് പറയും? പത്രോസ് പറയും. കാരണം അത്രയും ദൈവത്തോട് ചേർന്ന് നിന്നിട്ട്, അത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തെ തള്ളിപ്പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആ ഒരു നിർണായക, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ക്രൂസിഫിക്കേഷൻ്റെ ടൈം എന്ന് പറയുന്നത് അത്രയും വേദനാജനകമായ സിറ്റുവേഷനിൽ കൂടെ നിൽക്കേണ്ട പത്രോസിന് എന്ത് ചെയ്തു? തള്ളിപ്പറയേണ്ട സിറ്റുവേഷൻ വന്നു. അത് പത്രോസിൻ്റെ ജീവിതത്തിൽ
ഏറ്റവും പ്രയാസകരമായ മറക്കുവാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ആണെന്ന് പത്രോസ് പറയേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പത്രോസ് അത് പറയേണ്ടി വരും. അപ്പോൾ അത് അത്രയും തിക്താനുഭവം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അത് ദൈവത്തിന് അറിയാം. പത്രോസ് അതുകൊണ്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞത് അല്ലേ. പത്രോസ് ഭയങ്കരമായിട്ട് കരഞ്ഞു അല്ലേ. അതിനുശേഷം യേശുക്രിസ്തു പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് ഭയങ്കരമായിട്ട് കരഞ്ഞു. മാനസികമായൊരു സംഘർഷം എന്ന് പറയുന്നത് ഭയങ്കര സിറ്റുവേഷൻ. അപ്പം പുള്ളി ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും പത്രോസ് അങ്ങ് വിഷമിക്കുവാനായിട്ടിടയായി. അപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ആ ഒരു കരച്ചിലിൻ്റെ സാഹചര്യം പത്രോസിൻ്റെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ പത്രോസിനോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനെന്നും ശിഷ്യന്മാരോട് ഒന്നിച്ചങ്ങ് പറഞ്ഞതാണ്, കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ഓർക്കുക, അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഒക്കെ എന്താണ് ഈ ഒരു പരീക്ഷകൻ കടന്നു വരാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രയാസങ്ങളെയും നമ്മൾക്ക് തരണം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം നമ്മളുടെ കരത്തിലുണ്ടായിരിക്കണം. അത് താഴെ വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കരുത്. എന്ത് ചെയ്യണം? ആ ഒരു പ്രാർത്ഥനയുടെ ആയുധം എപ്പോഴും നമ്മളുടെ കരത്തിൽ എന്തായിരിക്കണം? ഭദ്രമായിരിക്കണം. അപ്പോൾ എന്താണ്? ഒരു വിഷയങ്ങളും ഉണ്ടാകത്തില്ല. നമ്മൾക്ക് ഒരു ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി പോലും നമ്മൾ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരത്തില്ല. അത്രയും നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ഒരു ദൈവിക കൃപ, ദൈവിക കാവല് ദൈവം നമ്മൾക്ക് തരുവാനായിട്ടിടയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം അല്ലേ. നമ്മളുടെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ എന്താണ് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം വെക്കേഷനാണല്ലേ, കേരളത്തിൽ വെക്കേഷനാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവർ എതിരെ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒത്തിരി വിഷയങ്ങളിലൂടെ കുഞ്ഞുങ്ങളുടെ ജീവനെതിരെ പിശാച് ഭയങ്കരമായിട്ട് നോട്ടമിട്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ സമയങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു 2 മാസം എന്ന് പറയുന്നത്. കാരണം എന്താണ്? പിള്ളേരെ അവൈലബിൾ ആയിട്ട് അവന് കിട്ടുന്നതാണ് അല്ലേ. പിള്ളേർ മാവിൻ്റെ ചുവട്ടിൽ പോകും, അതിലെ പോകും, ഇതിലെ പോകും, പാമ്പ് കടിയായിട്ടൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇതെല്ലാം ഒരുപാട് അനർത്ഥങ്ങളിലൂടെ കുഞ്ഞുമക്കളൊക്കെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനും കൂടിയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓരോ മാതാപിതാക്കന്മാരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാ, കണ്ണ് തെറ്റിക്കഴിയുമ്പോൾ ഇതുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. നമ്മളുടെ പ്രൊട്ടക്ഷൻ, നമ്മളുടെ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ, കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷൻ, ദൂരെ ആയിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ കാവല്, നമ്മൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അല്ലേ. നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ളവരെ പോലും നമ്മൾക്ക് സൂക്ഷിക്കുവാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്ര നിസ്സഹായരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥനയുടെ ആയുധം നമ്മളുടെ കരത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഒന്നുകൊണ്ടും ഒരു കരയേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു വിഷമിക്കേണ്ട സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയുവാനുള്ള ഒരു മെയിൻ സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്രാർത്ഥിക്കുക. ഏത് സിറ്റുവേഷൻസ് വന്നാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. പ്രാർത്ഥന മുടക്കാതിരിക്കുവാൻ തയ്യാറാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.